ചില ദിവസങ്ങളിൽ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാന് കാണും. അപ്പോൾ ചോറൊക്കെ കഴിച്ച ഉടനെ തന്നെ ഞാൻ പരിപ്പ് വട കുറേ കാലം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ അങ്ങനെ കഴിച്ചില്ല കേട്ടോ. കുറച്ച് ദിവസം മുമ്പേ ഡിമാർട്ടിൽ പോയപ്പോൾ പരിപ്പ് വടയ്ക്കുള്ള വട കണ്ടിട്ട് എടുത്തു വെച്ചതാണ്. എനിക്ക് വീണ്ടും ഒരു ഡൗട്ടായിരുന്നു, നമ്മുടെ കടല പായസമൊക്കെ വയ്ക്കുമ്പോൾ ഉള്ള പരിപ്പ് പോലെ തോന്നുന്നു. അപ്പോൾ രണ്ടിനും രണ്ട് പ്രത്യേകത ഉണ്ടോ എന്തോ. പരിപ്പൊക്കെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ചോപ്പറിൽ സവാള അരിഞ്ഞെടുത്തു, പച്ചമുളക് അല്ലാതെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്, ഇനി വേറൊരു പാത്രവും കൂടെ അഴുക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോപ്പറിൽ തന്നെ അതും കൂടെ ഒന്ന് അരച്ചെടുക്കാനുള്ള പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ നന്നായിട്ടങ്ങ് അരയാത്തത് കൊണ്ട് പിന്നെ ഞാൻ നിന്നില്ല, മിക്സിയിൽ തന്നെ ഞാനങ്ങ് അരച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ടാണ് ചതച്ചെടുത്തത്. പിന്നെ കുറച്ച് സവാള, മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഉപ്പ്, കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിനങ്ങ് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് ഒന്ന് പരത്തി അങ്ങ് സെറ്റാക്കി വയ്ക്കുക. സത്യം പറഞ്ഞാൽ ഈ മെനക്കെടാൻ വയ്യെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ അവർ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ ചായയും പരിപ്പൂടെയൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പിന്നെ താല്പര്യം ഇല്ലെങ്കിലും മെനക്കെട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ, അല്ലാതെ പരിപ്പൂട കഴിക്കാനല്ല കേട്ടോ. പരിപ്പൂടയൊക്കെ ഇങ്ങനെ കറുമുറ കഴിക്കാൻ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായയും പരിപ്പൂടയും കൂടെ അങ്ങ് കഴിച്ചു.